നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണമെന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. നമ്മുടെ കർമ്മം ഈശ്വരാർപ്പണമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം സ്വാഭാവികമായും പ്രസാദമാണ്. അർപ്പണഭാവം വന്നാൽ അതിൽ നിന്ന് വന്നു ചേരുന്നത് പ്രസാദമായിരിക്കും. പ്രസാദത്തിൽ ആരും ബദ്ധരാവാറില്ല. പ്രസാദ മനോഭാവം വന്നാൽ പിന്നെ ഗുണവിചാരങ്ങളില്ല. സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഭഗവാന്റെ പ്രസാദമാണെന്ന ചിന്തയായിരിക്കും. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ദുഃഖമുണ്ടെങ്കിൽ സുഖവും ഉണ്ടാകും. ഏതെങ്കിലും ഒന്ന് മാത്രം മതിയെന്ന് പറയാനാകില്ല. എവിടെയെങ്കിലും ആരെങ്കിലും നമ്മെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടാവും. ആരെങ്കിലും പൂജിക്കുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം പറയുന്നുണ്ടാവും. ജീവിതത്തിൽ ദ്വന്ദ്വങ്ങൾ ആവശ്യമാണ്. അത് മാറ്റാനാവില്ല. ദ്വന്ദ്വങ്ങളോടുള്ള മനോഭാവം മാറ്റുകയേ വഴിയുള്ളൂ. പ്രസാദബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ദ്വന്ദ്വം വരില്ല. കർമ്മങ്ങളിലൂടെ ഭഗവാനെ പൂജിക്കുകയാണെന്ന ഭാവന ആർക്കുണ്ടോ അവരെ സംബന്ധിച്ച് ഫലം പ്രസാദമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ അന്നപൂർണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. അഹദീക്ഷാന്ത സമസ്ത വർണ്ണനകരി ശംഭുപ്രിയ ശാങ്കരി കാശ്മീര ത്രിപുരേശ്വരി ത്രിനയനി വിശ്വേശ്വരി ശർവരി കാമാകാംക്ഷകരി ജനോദയകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി അഹദീക്ഷാന്ത സമസ്ത വർണ്ണനകരി ശംഭുപ്രിയ ശാങ്കരി കാശ്മീര ത്രിപുരേശ്വരി ത്രിനയനി വിശ്വേശ്വരി ശർവരി കാമാകാംക്ഷകരി ജനോദയകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. വേദാന്ത ശാസ്ത്രത്തിലൂടെ ആത്മതത്വത്തെക്കുറിച്ച് അറിയുന്നത് ജ്ഞാനമാണ്.
സകല സംശയങ്ങളും നീങ്ങി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അത് വിജ്ഞാനമായി. സാക്ഷാത്കാരമാണ് വിജ്ഞാനം. ആത്മസംബന്ധിയായ ജ്ഞാനവും വിവിധ വിഷയങ്ങളെ സംബന്ധിക്കുന്ന വിശേഷ ജ്ഞാനവിജ്ഞാനത്തെയും പ്രകാശിപ്പിക്കുന്ന അന്നപൂർണേശ്വരിയെ സ്തുതിക്കുന്ന ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അന്നപൂർണ സ്തോത്രത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകല വിഭൂതികളെയും വഹിക്കുന്നവൾ, ബ്രഹ്മാണ്ഡമാകുന്ന ഭാണ്ഡത്തെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡങ്ങളുടെ ഭാണ്ഡത്തെ ഉദരത്തിൽ വഹിക്കുന്നവൾ, ലീലാനാടക സൂത്രലേഖനകരി. ലീലാനാടകം, ഈ നാടകം, ഈ പ്രപഞ്ച നാടകം, ഈ സംസാര നാടകം അത്യന്ത ലീലയായി, മായികമായ ലീലയായി ഉള്ള ഈ നാടകം, അതിൻ്റെ സൂത്രത്തെ ലേഖനം ചെയ്യുന്നവൾ. ഏതൊരു സൂത്രത്തിലാണോ നാടകം പുരോഗമിക്കുന്നത്, കോർക്കപ്പെട്ടിരിക്കുന്നത്, ആ സൂത്രത്തെ ചെയ്യുന്നവൾ. വിജ്ഞാനദീപാങ്കുരി, വിജ്ഞാനദീപത്തെ അങ്കുരിപ്പിക്കുന്നവൾ. ദീപം പ്രകാശമാണ്, വെളിച്ചമാണ്, വിളക്കാണ്. വിജ്ഞാനമാകുന്ന വിളക്കിനെ ജ്വലിപ്പിക്കുന്നവൾ, അങ്കുരിപ്പിക്കുന്നവൾ. ലോകസാമാന്യ ഭാഷയിൽ ആത്മസംബന്ധിയായ ജ്ഞാനവും വിവിധ വിഷയങ്ങളെ സംബന്ധിക്കുന്ന വിശേഷജ്ഞാനം വിജ്ഞാനവുമാണ്. ഇപ്പോൾ വിവിധങ്ങളായ വിശേഷജ്ഞാനങ്ങളെ പ്രകാശിപ്പിക്കുന്നവൾ വിദ്യാസ്വരൂപിണി. ഇനി വേദാന്തശാസ്ത്രത്തിൽ ഗുരുശാസ്ത്രങ്ങളിലൂടെ ആത്മതത്വത്തെക്കുറിച്ച് അറിയുന്നത് ജ്ഞാനവും, അതുതന്നെ സകലവിധ സംശയങ്ങളും നീങ്ങി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ വിജ്ഞാനവും. അപ്പം സാക്ഷാത്കാരമാണ് വിജ്ഞാനം, അപരോക്ഷ ജ്ഞാനമാണ് വിജ്ഞാനം. അങ്ങനെയുള്ള വിജ്ഞാന ദീപത്തെ അങ്കുരിപ്പിക്കുന്നവൾ, തെളിക്കുന്നവൾ, സാക്ഷാത്കാരജനിതമായ ജ്ഞാനത്തെ നൽകുന്നവൾ എന്നർത്ഥം. ശ്രീ വിശ്വേശമനപ്രസാദനകരീ, ശ്രീ വിശ്വേശൻ്റെ മനസ്സിന് പ്രസാദത്തെ നൽകുന്നവൾ. വിശ്വേശൻ വിശ്വനാഥനാണ്, വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ, സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ. സകല പ്രപഞ്ച സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ആർക്കധീനമാണോ അവനാണ് വിശ്വനാഥൻ, വിശ്വേശ്വരൻ. ആ വിശ്വേശ്വരൻ്റെ, പരമശിവൻ്റെ മനസ്സിന് പ്രസാദത്തെ ഉണ്ടാക്കുന്നവൾ, പ്രസന്നതയെ ഉണ്ടാക്കുന്നവൾ. ആരെ ദർശിക്കുന്ന മാത്രയിലാണോ വിശ്വനാഥൻ്റെ മനസ്സ് പ്രസന്നമായി തീരുന്നത്, അങ്ങനെയുള്ളവളാണ് ദേവി. ശ്രീ വിശ്വേശമന പ്രസാദനകരീ കാശീപുരാധീശ്വരി, കാശീപുരത്തിന് അധീശ്വരിയായിരിക്കുന്നവൾ, കാശീപുരത്തിൻ്റെ അധീശനായ വിശ്വനാഥൻ്റെ പത്നി, അഥവാ കാശീപുരത്തിന് അധീശ്വരിയായിരിക്കുന്നവൾ വിശാലാക്ഷി. കൃപാവലംബനകരി, കൃപയെ ലോകകാരുണ്യത്തെ അവലംബമാക്കിയവൾ. മാതാവ്, സകല ജഗത്തിൻ്റെയും അമ്മ. അന്നപൂർണേശ്വരി,
അന്നപൂർണേശ്വരി. ഇങ്ങനെ അനേക ദേവീനാമങ്ങളെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഭിക്ഷാം ദേഹി, നീ ഭിക്ഷയെ നൽകിയാലും. തുടർന്ന് 6-ാമത്തെ ശ്ലോകം. ആദിക്ഷാന്തസമസ്തവർണ്ണനകരീ ശംഭുപ്രിയാ ശങ്കരീ കാശ്മീര ത്രിപുരേശ്വരീ ത്രിനയനീ വിശ്വേശ്വരീ ശർവരീ കാമാകാംക്ഷകരീ ജനോദയകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ ആദിക്ഷാന്ത സമസ്തവർണ്ണനകരീ ശംഭുപ്രിയാ ശങ്കരീ കാശ്മീര ത്രിപുരേശ്വരീ ത്രിനയനീ വിശ്വേശ്വരീ ശർവരീ കാമാകാംക്ഷകരീ ജനോദയകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ ആദിക്ഷാന്ത സമസ്തവർണ്ണനകരീ. അകാരത്തിൽ ആരംഭിച്ച് ക്ഷകാരത്തിൽ അവസാനിക്കുന്ന സകല വർണ്ണങ്ങളെയും രൂപപ്പെടുത്തുന്നവൾ. ഇപ്പോൾ സാമാന്യമായി നമ്മൾ വർണ്ണമാല പറയുമ്പോൾ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചേർന്ന് സമ്പൂർണ്ണ വർണ്ണങ്ങളാകുന്നു. ആ വർണ്ണങ്ങൾ അക്ഷരങ്ങൾ, പദങ്ങൾ, വാക്യങ്ങൾ എന്ന രീതിയിൽ വിപുലമാകുമ്പോഴാണ് ഭാഷ അഭിവ്യക്തമാകുന്നത്. അപ്പം ഭാഷയുടെ അഭിവ്യക്തിക്ക് കാരണമായിട്ടുള്ള വർണ്ണങ്ങൾ, ആ വർണ്ണങ്ങൾ വ്യാകരണശാസ്ത്രത്തിൽ നമ്മൾ അകാരം മുതൽ ഹകാരം വരെയാണ് പറയുക. സ്വരം ആരംഭിക്കുന്നത് അകാരത്തിലാണ്, വ്യഞ്ജനം അവസാനിക്കുന്നത് ഹകാരത്തിലാണ്. ഇത് വ്യാകരണ പ്രസിദ്ധമാണ്. എന്നാൽ അല്ലാതെ വർണ്ണമാല പറയുന്ന സമയത്ത് അകാരത്തിൽ ആരംഭിച്ച് ക്ഷ എന്നുള്ളതിൽ അവസാനിക്കുന്നു. അങ്ങനെയാണ് വർണ്ണങ്ങൾ. അപ്പോൾ അകാരത്തിൽ ആരംഭിച്ച് ക്ഷകാരത്തിൽ അവസാനിക്കുന്ന ആദിക്ഷാന്ത, ആ ആദിയായ ക്ഷ അന്തമായ ആദിക്ഷാന്ത സമസ്തവർണ്ണനകരീ, സമസ്ത വർണ്ണങ്ങളെയും ഉണ്ടാക്കുന്നവൾ ദേവിയാണ്, അക്ഷരരൂപിണിയായ സരസ്വതിയാണ്. ആ നാമത്തിലാണ് ഇവിടെ അന്നപൂർണേശ്വരി പറയപ്പെടുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓം. ഇനി സനാതനധർമ്മം. ഭക്തരുടെ ഏറ്റവും വലിയ ശത്രു നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങളാണ്. വിഷയങ്ങളുടെ പിറകെ പോകുന്ന ഇന്ദ്രിയങ്ങളെ ഭാഗവത കഥയിലൂടെ കൂടുതൽ വിവരിക്കുകയാണ് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കുന്ന അംബരീഷൻ്റെ മഹത്വപൂർണമായ കഥാമൃതത്തെ എത്ര പറഞ്ഞാലും മതിവരില്ല എങ്കിലും നമ്മുടെ പരിമിത സമയത്തിനുള്ളിൽ തന്നെ അത് ഗ്രഹിച്ചെടുക്കുക എന്നുള്ള ഒരു സൗഭാഗ്യം കൂടി വേണം. എന്തിനാണ് അമൃത അധികമെന്ന് ചോദിക്കുന്നത് പോലെ എന്തിനാണ് ഭഗവത് കഥാമൃതം അധികം? കേൾക്കുന്നത്രയും ഗ്രഹിക്കാനുള്ള ധാരണാബുദ്ധി നമുക്കുണ്ടായാൽ മതി. ഗ്രഹണ ധാരണ പടുർബാലഹ എന്നൊരു നിയമമുണ്ട്. ഗ്രഹിക്കാൻ കഴിയുക, ഗ്രഹിച്ചതിനെ ധരിക്കാൻ കഴിയുക, അങ്ങനെയാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രഹിക്കുക, അത് ധരിക്കുക, അതിനെ ഉറപ്പിക്കുക, ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അംബരീഷ ചരിതാമൃതത്തിലൂടെ തന്നെ
ഭഗവത് പാദാരവിന്ദത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പറയുന്നു, ഏവം സദാ കർമ്മ കലാപമാത്മന പരേധിയജ്ഞേ ഭഗവത്യദോക്ഷതേ സർവാത്മഭാവം വിദദത്മഹീമിമാം തന്നിഷ്ടവിഭ്രാഭിഹിത ശശാസഹ. ഇവിടെ പറയാണ് ഏവം സദ, ഇപ്രകാരം സദ എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പോലെ അംബരീഷൻ്റെ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ഭഗവാനിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യം ഓർത്തുകൊള്ളുക. അങ്ങനെ എപ്പോഴും പരേ ഈശ്വരനിലെ പരമാത്മാവിൽ അല്ലെങ്കിൽ വസുദേവനിൽ കൃഷ്ണഭഗവാനിൽ അതിയജ്ഞേ കർമ്മഫലപ്രദനും അദോക്ഷതേ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനുമായ. ഇന്ദ്രിയങ്ങൾ വരെയാണ് നമ്മുടെ യാത്രകൾ കൂടുതലും. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ഇന്ദ്രിയങ്ങൾ, കണ്ണ് രൂപത്തെ കാണുന്നു, ചെവി ശബ്ദത്തെ കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു, നാക്ക് രുചിക്കുന്നു, കൈ സ്പർശിക്കുന്നു. ഇങ്ങനെ 5 വിഷയങ്ങളിലൂടെ ഇന്ദ്രിയ വ്യാപാരം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ആ വിഷയങ്ങളെ ഗ്രഹിക്കൽ മാത്രമായിട്ട് വെച്ചിരിക്കുന്നിടത്തു നിന്ന് തിരിച്ച് ഭഗവാനിലേക്ക് തിരിച്ചൊന്ന് വിടുക. ഒരു നദി ഒഴുകി വരുമ്പോൾ ഒരു കൃഷിഭൂമിയിലേക്ക്, കർഷകന് ആവശ്യമായ ഭൂമിയിലേക്ക് വഴിതിരിച്ച് വിടുന്നത് പോലെ നമ്മൾ ഒന്ന് തിരിച്ചു വിട്ടു നോക്കുക. എവിടേക്കാണ്? ഭഗവാനിലേക്ക്. അങ്ങനെ ഭഗവാനിൽ ആത്മാവിൻ്റെ കർമ്മകലാപം, കർമ്മസമൂഹത്തെ, ഭഗവാനിലെ സർവകർമ്മങ്ങളെയും സമർപ്പിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് പറഞ്ഞത്? എല്ലായ്പ്പോഴും സർവേശ്വരനായിരിക്കുന്ന, ഇന്ദ്രിയങ്ങളെയൊക്കെ അതിക്രമിച്ച് നിൽക്കുന്ന ഭഗവാൻ. ഇന്ദ്രിയങ്ങളിലാണ് വിഷയങ്ങൾ ഇരിക്കുന്നെങ്കിലും പക്ഷേ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ് ആര്? ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള അതിക്രമിച്ച് നിൽക്കുന്ന ഭഗവാനിൽ രാജാവെന്ന നിലയിൽ തനിക്ക് നടത്താനുള്ള കർമ്മങ്ങളെല്ലാം സമ്പൂർണമായിട്ട് ചെയ്തുകൊണ്ട്, ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം പരിപൂർണമായിട്ടും ചെയ്തുകൊണ്ട് ഭഗവാനിൽ സർവകർമ്മങ്ങൾ, ആ ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും സമർപ്പിച്ചു എന്നാണ് പറഞ്ഞതിവിടെ. കർമ്മകലാപം, കർമ്മസമൂഹം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും കർമ്മത്തെ ഇറക്കണം. രാജാവെന്ന നിലയിൽ ചെയ്യുന്ന സർവകർമ്മങ്ങളെ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്ന ഭഗവാനിലായിട്ട് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ഈ സമർപ്പണം കൊണ്ട് വലിയ ഗുണങ്ങൾ നമുക്കുണ്ടാവും. ഈശ്വരനിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥത്തെ. എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നമുക്കാർക്കും വേണ്ട വിധത്തിൽ അറിയില്ല താനും. നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ 2 കൈയും കൂപ്പി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല സമർപ്പണം ഇരിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളിലെല്ലാം അഹംബുദ്ധി വർദ്ധിപ്പിക്കരുതെന്നുള്ള കാര്യമാണ് സമർപ്പണത്തിൽ ബോധിപ്പിക്കുന്നത്. കാര്യം സമർപ്പിക്കപ്പെടുമ്പോഴേ എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മഫലവുമായിട്ട് ബന്ധപ്പെടാതെ മനസ്സ് നിർത്തിയാൽ മതി. അത് ഭഗവാനിൽ സമർപ്പിക്കുക. ഞാനൊരു യന്ത്രം ഇട്ട് കഴിഞ്ഞാൽ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ യന്ത്രം കറങ്ങുന്ന പോലെ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടതാണ് ഞാനെന്ന് ഓരോ വ്യക്തിയും വിചാരം ചെയ്യുക. എന്നിട്ട് ഭഗവത് ഇച്ഛാനുസരണം കർമ്മം ചെയ്യുന്നതായിട്ട് സ്വയം ചിന്തിക്കുക. ഭഗവാൻ എന്തൊക്കെ ചെയ്യണമെന്ന്, ആരിൽ നിന്നും അപ്പം നമുക്കൊരു ദോഷവും വരില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കുകയില്ല. അവിടെയാണ് സമർപ്പണം ഉണ്ടാകുക. സമർപ്പണം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്നും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുകയല്ലാണ്ട് അതിൻ്റെ ഫലപ്രാപ്തിയിൽ സുഖമോ ദുഃഖമോ വന്നു ചേരട്ടെ, അതെന്നെ ബാധിക്കുന്നതല്ലെന്നും ഞാൻ ഭഗവത് ഭക്തനാണെന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധന്യമായ ജീവിതമാണ് എൻ്റേതെന്നും വിചാരം ചെയ്യുക. അപ്പോൾ എന്തുവരും? ആ സമർപ്പണ ഭാവത്തിലൂടെ ഇവിടെ പറയുകയാണ്, തന്നിഷ്ട വിഭ്രാഭിഹിത, ഭഗവാനിൽ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന വിപ്രന്മാരാൽ പറയപ്പെട്ടവനുമായ ഇമാമഹീം, ഈ ഭൂമിയെ ശാസിച്ചു എന്നാണ് പറയുന്നത്. ഈ ഭൂമിയെ യഥാന്യായം പരിപാലിച്ചു എന്ന് നമ്മൾ അർത്ഥം എടുത്തോണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയെ പരിപാലിക്കാനുള്ള യോഗ്യത ഭഗവാനിൽ അർപ്പിച്ചതുകൊണ്ട് രാജാവിന് സാധിച്ചു.
ആദ്യമൊക്കെ പറയുന്ന ഈ ശ്ലോകങ്ങളിലൂടെ അംബരീഷൻ ആരായിരുന്നു എന്നുള്ളതാണ് നമ്മളെ മനസ്സിലാക്കി ചേരുന്നത്. അംബരീഷൻ്റെ മഹത്വത്തെയാണ് നമ്മളോട് ബോധ്യപ്പെടുത്തി തരുന്ന ഭാഗവതം. അപ്പോൾ നമ്മളെയൊക്കെ ഉള്ളിൽ അംബരീഷ കഥ കേൾക്കുമ്പോൾ എന്താണ് എൻ്റെ മഹത്വം, എന്താണ് എൻ്റെ ഗുണങ്ങൾ, ഞാൻ എത്ര കണ്ട് ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതനാണ്, എത്ര കണ്ട് ആ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ യോഗ്യതയുണ്ട് എന്നുള്ള കാര്യം ഓരോ ഭക്തന്മാരും വിചാരം ചെയ്യട്ടെ. ഓരോ ഭക്തന്മാരിലും അംബരീഷ ചരിതം കൊണ്ട് തന്നെ ഭഗവതർപ്പണ ബുദ്ധി ഉണ്ടാകട്ടെ, ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രങ്ങൾ പ്രപഞ്ച ശരീരത്തിൻ്റെയും വൃഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷ പ്രതീകങ്ങളാണ്. കല്ലും മരവും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച ദേവാലയം ഒരു മനുഷ്യദേഹ പ്രതീകം തന്നെയാണ്. ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ചു മുന്നിൽ തൊഴുകൈയോടെ നിൽക്കും കന്യകമാർ തഴുകിത്തലോടി മംഗമാർക്കപ്പോഴേ മാംഗല്യ ഭാഗ്യമേകും അമ്മ ശ്രീ അഴകൊടി കാവിഴും കാവിലമ്മ. സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ചു മുന്നിൽ തൊഴുകൈയോ